അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നാം ഇന്ന് പുതിയ കേട്ടറ്റ് ബാച്ചിന്റെ ഇനാഗുറൽ സെഷനിലും അതോടൊപ്പം അതിന്റെ ഓറിയന്റേഷൻ സെഷനിലുമാണുള്ളത്. നമുക്ക് ബാച്ച് സംബന്ധമായ കാര്യങ്ങൾ നമുക്ക് ഓറിയന്റേഷന് ശേഷവും അതോടൊപ്പം നല്ലൊരു സംസാരവും ഈ സെഷനിൽ നടക്കാണ്ട്. അതിനുശേഷം നമുക്ക് നടത്താം. ആമുഖം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ബാച്ച് ഓറിയന്റേഷന്റെ മുഖ്യ അതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് KTF മുൻ സംസ്ഥാന സെക്രട്ടറിയാണ് ആദരണീയരായ ഉമർ മാസ്റ്റർ ചെറുപ്പ. നമ്മുടെ ഇന്നത്തെ സെഷന്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം അതിനുശേഷം നടക്കാനുള്ളത് ഓറിയന്റേഷൻ, കേട്ടറ്റുമായി ബന്ധപ്പെട്ട ഓറിയന്റേഷൻ ആണ്. ഖാലിദ് സാറാണ് ഓറിയന്റേഷൻ നടത്തുന്നത്. കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ആദ്യമായി നമ്മുടെ ഇന്നത്തെ ഈ സെഷന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ആദരണീയരായ കേട്ടറ്റിന്റെ നമ്മുടെ ഫോക്കസിന്റെ അഡ്മിനായ നസ്രുദ്ദീൻ സാറാണ്. മറ്റു ഇവിടെ സംബന്ധിച്ച എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പദം അലങ്കരിക്കാൻ ആദരണീയനായ നസ്രുദ്ദീൻ സാറോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രിയം നിറഞ്ഞ ഉമർ മാസ്റ്റർ ചെറുപ്പ, ഖാലിദ് സാർ, ഫോക്കസ് അഡ്മിൻസ്, മറ്റു ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ കേട്ടറ്റിന്റെ പുതിയ ബാച്ച് ഉദ്ഘാടനവും കേട്ടറ്റ് ഓറിയന്റേഷൻ സെഷനുമാണ് നടക്കുന്നത്. ഞാൻ എൻ്റെ സംസാരം നീട്ടുന്നില്ല. നമ്മൾ ഡയറക്റ്റ് പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ഉമർ മാസ്റ്റർ ചെറുപ്പയാണ്. ഉമർ മാസ്റ്റർ നമ്മളുടെ ഗ്രൂപ്പിലുള്ള പലർക്കും അറിയുന്നവരായിരിക്കും. KTFന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. നിലവിൽ ഈ കഴിഞ്ഞ മെയോടുകൂടി വിരമിച്ചു. അതോടുകൂടെ കോഴിക്കോട് റൂറൽ സബ് ജില്ലയിലെ ATC സെക്രട്ടറിയുമൊക്കെ ആയിരുന്നു. വളരെ അറബിക് മേഖലയിൽ ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. ഈ ഒരു സമയത്ത് പറയാനുള്ളത്, കേട്ടറ്റ് ഇന്ന് വളരെ അത്യാവശ്യമായൊരു എക്സാമായി മാറിയിരിക്കുകയാണ്. ഒരുപാട് PSC എക്സാമുകൾ നമുക്ക് വരുന്നുണ്ട്. ആ എക്സാമിനൊക്കെ അത്യാവശ്യമാണ്. അതോടുകൂടെ ഇപ്രാവശ്യം നിലവിൽ ജോലിയിലുള്ളവർക്കും കേട്ടിട്ട് നിർബന്ധമാണെന്ന നിയമമൊക്കെ വന്നത് നമ്മൾ കേട്ടതാണ്. ഈ ഒരു സമയത്ത് പറയാനുള്ളത്, നമ്മൾ ഏതൊരു എക്സാമിന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും എക്സാമിന് പഠിക്കുകയാണെങ്കിലും സിലബസ് നന്നായി നോക്കി, ഓൾഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി നോക്കി ഡിസ്കഷൻ ചെയ്ത് പഠിച്ചാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. ആ ഒരു രൂപത്തിലുള്ള ക്ലാസ്സുകൾ ഫോക്കസ് അക്കാഡമി നടത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവസ്ഥരാണ് നിങ്ങളിൽ കൂടുതൽ പേരും. അതുകൊണ്ട് ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ നാളെ തന്നെ നമ്മളുടെ ക്ലാസ് തുടങ്ങി വരുന്ന ഡിസംബർ എക്സാം ഇൻഷാല്ലാ എന്തായാലും പാസ്സായി വരാൻ നമുക്ക് ഫോക്കസ് അക്കാഡമി എന്നും കൂടെ ഉണ്ടാവുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ഉമർ മാസ്റ്ററെ ക്ഷണിക്കുകയാണ്. ഉമർ മാസ്റ്റർ കഴിഞ്ഞ മെയ് മാസത്തിൽ ജോലിയിൽ നിന്നും വിരമിച്ചു. അദ്ദേഹത്തിന് തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ഉദ്ഘാടനത്തിന് ക്ഷണിക്കണമെന്ന് ഫോക്കസിന്റെ ആളുകൾ താല്പര്യപ്പെടാൻ കാരണം, അദ്ദേഹം ഒരുപാട് അറബിക് മേഖലയിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനും തിരക്കുള്ളത് കൊണ്ട് കൂടുതൽ നീട്ടി പറയുന്നില്ല. സാറെ ക്ഷണിക്കുന്നു. ഉദ്ഘാടനത്തിന് വേണ്ടി ഉമർ മാസ്റ്ററെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ ആദരണീയനായ എൻ്റെ സഹപ്രവർത്തകൻ PP നസ്രുദ്ദീൻ സർ അവറുകളെ, നമ്മുടെ ഇന്ന് ക്ലാസ്സിന്
നേതൃത്വം നൽകുന്ന ഖാലിദ് സർ, അതോടൊപ്പം തന്നെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹനിധികളായ പഠിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഫോക്കസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലായി നടന്നു വരുന്ന PSC പരിശീലനവും അതോടൊപ്പം തന്നെ കേട്ടറ്റ് പരിശീലനവും വിപുലമായ രൂപത്തിൽ വീണ്ടും തുടക്കം കുറിക്കുകയാണ്. 2019 മുതൽ നെറ്റ് പരിശീലനവും 2020 PSC പരിശീലനവും 21 മുതൽ തുടർച്ചയായ 5 വർഷമായി കേട്ടറ്റ് മേഖലയിലും വലിയ സംഭാവനകൾ നടത്തി വരുന്ന ഒരു അക്കാദമിയാണ് ഫോക്കസ് അക്കാദമി. നമുക്കറിയാം, കേട്ടറ്റ് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്, ഈ അധ്യാപക യോഗ്യത പരീക്ഷ, അത് പാസ്സാകുന്നവർക്ക് മാത്രമേ പുതിയ സുപ്രീം കോടതി വിധി പ്രകാരം അധ്യാപകരായി ഭാവിയിൽ തുടരാൻ കഴിയുകയുള്ളൂ. 2013 മുതൽ സർവീസിൽ കയറിയ എല്ലാ ടീച്ചേഴ്സിനും ഇത് നിർബന്ധമായിട്ടുണ്ട്. അവരൊക്കെ കേട്ടറ്റ് ഉള്ളവരുമാണ്. പക്ഷെ അതിന് മുമ്പ് ചേർന്ന ആളുകളൊക്കെ ഇതുവരെ കേട്ടറ്റ് അവർക്ക് നിർബന്ധമില്ലായിരുന്നു. എന്നാൽ പുതിയ സുപ്രീം കോടതി വിധി പ്രകാരം 2013 മുമ്പ് സർവീസിലുള്ള ആളുകൾ ഇനി സർവീസിൽ നിന്ന് വിരമിക്കാൻ കേവലം 5 വർഷത്തിൽ താഴെ ഉള്ളവർ ഒഴികെയുള്ള ബാക്കി എല്ലാവർക്കും കേട്ടറ്റ് എഴുതിയെടുക്കൽ നിർബന്ധമാണ്. അല്ലാത്തവർ സർവീസിൽ തുടരേണ്ടതില്ല എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ഈ കേട്ടറ്റ് പരിശീലനത്തിന്റെയും ക്ലാസ്സുകളുടെയൊക്കെ പ്രാധാന്യവും ഗൗരവവും ഏറെ വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം, ആകെ മാർക്കിന്റെ 60% കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടത്. പട്ടികജാതി വർഗങ്ങൾ OBC വിഭാഗത്തിൽ 55%, ഭിന്നശേഷി മേഖലയിൽ 50% മാർക്കുണ്ടെങ്കിൽ മാത്രമേ കേട്ടറ്റ് യോഗ്യത നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് അനുസൃതമായിട്ടുള്ള പരിശീലനങ്ങൾ വളരെ പ്രഗത്ഭരായ അധ്യാപകരെ വെച്ചുകൊണ്ട് കഴിഞ്ഞ 5-6 വർഷമായി ഈ മേഖലയിൽ മികവുറ്റ പ്രവർത്തനം നടത്തി വരുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയാണ് ഫോക്കസ് അക്കാദമി. തുടർന്നും അവർക്ക് ഈ മേഖലയിൽ വലിയ സംഭാവനകൾ ചെയ്തുകൊണ്ട് അറബി ഭാഷക്കും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ മേഖലയിൽ ഉള്ള ആളുകൾക്കും നല്ല യോഗ്യരായി തീരാനുള്ള കഴിവും പ്രാപ്തിയും ഈ അക്കാദമിയിലൂടെ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 4 മേഖലയിലാണ് നമുക്ക് കേട്ടറ്റ് ഉള്ളത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. നമുക്ക് ഭാഷാപരമായിട്ട് അറബി, ഉറുദു, അതേപോലുള്ള ഹിന്ദി, സംസ്കൃതം ഭാഷകളൊക്കെ കേട്ടറ്റ് 4 ആണുള്ളത്. അപ്പം ഈ ഒരു അവസരം പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഫോക്കസ് അക്കാദമിയിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങൾ പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലയിൽ വലിയ സംഭാവനകൾ അർപ്പിക്കാൻ നാളെ എല്ലാവർക്കും നല്ല പരിശീലനം ലഭ്യമാക്കി അധ്യാപകരായി സർവീസിൽ കയറാൻ സാധിക്കുമാറാകട്ടെ. അതിന് ഫോക്കസ് അക്കാദമി വഴിയൊരുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഓൺലൈൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു സർ. നമ്മുടെ ഈ കേട്ടറ്റ് സെഷനിൽ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും കേട്ടറ്റിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്ത സമാദരണീയനായ ഉമർ മാസ്റ്റർ ചെറുപ്പക്ക് ഫോക്കസിന്റെ പേരിൽ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നടക്കാനുള്ളത് കേട്ടറ്റ് ഓറിയന്റേഷൻ ആണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ആ സാഹചര്യം ബോധ്യപ്പെടുത്തിയും കേട്ടറ്റിന്റെ ആഴവും പരപ്പും അതിന്റെ പരീക്ഷാ രീതിയും അത് LP UPക്കൊക്കെ ഏതൊക്കെ ആ രീതിയിൽ കേട്ടറ്റിന് മുഴുവനായി വിശദാംശങ്ങളൊക്കെ പറഞ്ഞ് അതോടൊപ്പം നമ്മുടെ ഒരുവിധം ഡൗട്ടുകളൊക്കെ ദൂരീകരിക്കുന്ന തരത്തിലുള്ള ഓറിയന്റേഷൻ സെഷനാണ് ഇനി നമുക്ക് ഇവിടെ നടക്കാൻ പോകുന്നത്. സമാദരണീയനായ ഖാലിദ് സാറാണ് ആ ഓറിയന്റേഷൻ നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം, ഫോക്കസിന്റെ പ്രധാന അഡ്മിന്മാരിൽ ഒരാളാണ്. നിലവിൽ സീനിയർ റിസർച്ച് ഫെലോ ആയി
MES മമ്പാട് കോളേജിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. കേട്ടറ്റ് മേഖലയിൽ എന്നല്ല, കേട്ടറ്റും PSC അടക്കമുള്ള അധ്യാപക മേഖലയിൽ വർഷങ്ങളായി പരിശീലനം ചെയ്തു വരുന്ന, കേട്ടറ്റ് പരീക്ഷയെക്കുറിച്ച് പ്രത്യേകിച്ച് പരീക്ഷയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആൾ കൂടിയാണ് എന്നുള്ള നിലക്ക് നമുക്ക് എന്തായാലും ഈ ഓറിയന്റേഷൻ സെഷൻ ഉപകാരപ്പെടും. അതുകൊണ്ട് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് കിട്ടിയ ഈ ലിങ്ക്, നമുക്ക് കിട്ടിയ ഈ സൗജന്യമായ ലിങ്ക് പരമാവധി നിങ്ങളുടെ കേട്ടറ്റ് എഴുതാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് കൂടി ഉടൻ തന്നെ അത് പങ്കുവച്ചാൽ ഒരു പക്ഷേ ഇതിന്റെ എന്തെങ്കിലും ഒരു വാക്കുകൾ കൊണ്ട് അവർക്ക് കേട്ടറ്റ് വിജയിക്കാൻ സാധിച്ചാൽ അത് ജീവിതത്തിൽ വലിയ ഫലമാകും. ആ പുണ്യത്തിന് നാം കൂടി ആ പുണ്യത്തിന്റെ ഭാഗമാകും എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും അതുപോലെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ കൂടി ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇന്നത്തെ സെഷനിലെ പ്രധാന ഭാഗമായ കേട്ടറ്റ് ഓറിയന്റേഷൻ നൽകാൻ വേണ്ടി ആദരണീയനായ സുഹൃത്ത് സാദിഖ് സാറെ വളരെ സ്നേഹത്തോടെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വഅൻത അർഹമുർ റഹീമീൻ. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ഏറെ ആദരണീയരായ ഫോക്കസ് അഡ്മിൻസ്, നമ്മോട് ഈ ഒരു കേട്ടറ്റ് ബാച്ചിന്റെ ഇനാഗുറേഷൻ നിർവഹിച്ചുകൊണ്ട് സംസാരിച്ച ഉമ്മർ മാസ്റ്റർ, അതുപോലെ തന്നെ എല്ലാറ്റിലും ഉപരി ഇൻഷാ അല്ലാഹ് ഈ ഒരു 2025 ഇനി വരുന്ന കേട്ടറ്റ് എക്സാമിനേഷനിൽ ഇത്തവണ ഞങ്ങൾ എന്തായിരുന്നാലും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി, പ്രത്യേകിച്ച് ആ ഒരു രംഗത്ത് തങ്ങൾക്ക് താങ്ങാവും കേട്ടറ്റിന്റെ കോഴ്സ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഫോക്കസ് അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട പഠിതാക്കളെ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ മനസ്സിലാക്കിയ പോലെ കേട്ടറ്റ് എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്നവരിൽ പല രൂപത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ എല്ലാവരെയും പരിഗണിച്ചിട്ടാണ് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അതിലിപ്പോൾ ആദ്യമായി കേട്ടറ്റ് എഴുതുന്ന ആളുകളുണ്ട്. കാരണം കേട്ടറ്റ് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു വാർത്തയായി തന്നെ മീഡിയകളിലൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് നേരത്തെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ പോലും ഈ ഒരു കേട്ടറ്റിന്റെ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ എഴുതുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പലതവണ കേട്ടറ്റ് എഴുതിയ ആളുകൾ, എന്നാൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത്തവണ ഇനി നേടിയെടുത്തേ തീരൂ എന്ന രൂപത്തിൽ ഈ ഒരു കോച്ചിങ്ങിൽ പങ്കെടുക്കുന്നവരുണ്ട്. പിന്നെ ഇപ്പോ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം സർവീസിലുള്ള ആളുകൾ, അതിലിപ്പോ നേരത്തെ സർവീസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കേട്ടറ്റ് അവർക്ക് ആവശ്യമില്ല, കാരണം നേരത്തെ ജോയിൻ ചെയ്ത ആളുകൾ, അതായത് സർവീസിൽ പ്രവേശിച്ച ആളുകൾ എന്ന നിലയിൽ. പക്ഷെ ഇപ്പോ വന്ന വിധി പ്രകാരം എല്ലാവരും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നായപ്പോൾ പലർക്കും അത് വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇനിയിപ്പോ കേട്ടറ്റ് എഴുതിയാൽ ലഭിക്കുമോ എന്ന ആശങ്കയോടുകൂടി സർവീസിൽ നിലനിൽക്കുന്ന ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഈ ഒരു ഫോക്കസ് ഫാമിലിയിലേക്ക് ഇൻഷാ അല്ലാഹ് ഇത്തവണ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യണമെന്ന രൂപത്തിൽ എത്തിയ ആളുകളുണ്ട്. അവരിൽ ചിലര് കുറച്ച് മുമ്പൊക്കെ കേട്ടറ്റ് എഴുതിയ ആളുകളാണ്. കാരണം നിയമം അങ്ങനെ വരുന്നത് കൊണ്ട് നേരത്തെ തന്നെ 2013 ശേഷം വ്യത്യസ്ത സന്ദർഭങ്ങളിലായിട്ട് ചിലരൊക്കെ എഴുതി നോക്കിയിട്ടുണ്ട്. തീരെ എഴുതാത്ത ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. എന്നുവെച്ചാൽ സർവീസിലുള്ള ആളുകളിൽ, അവരിൽ ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളുണ്ട്. സെറ്റ്, അതേപോലെ തന്നെ നെറ്റ് പോലുള്ള സംസ്ഥാന തലത്തിൽ തന്നെ ഈ ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിപ്പിക്കാനുള്ള യോഗ്യതയായ സെറ്റും, നാഷണൽ ലെവലിൽ കോളേജ് തലങ്ങളിൽ പഠിപ്പിക്കാനുള്ള നെറ്റും നേടിയ ആളുകളാണ്. പക്ഷെ കേട്ടറ്റ്
അന്ന് ആവശ്യം ഉണ്ടായിരുന്നില്ല ഇത് നേടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇന്നിപ്പോ അവർക്കും കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യണം എന്ന നിയമം വന്നതോടുകൂടി അവരും ആശങ്കയിലാണ്. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ അവരെയാണ് ഞാൻ ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് പറയുന്നത്. സെറ്റ് നെറ്റ് നേടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ട് അവർക്ക് നേടിയെടുക്കാവുന്നതാണ് കേട്ടറ്റ് എന്ന തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. യാതൊരു രൂപത്തിലുള്ള ആശങ്കയും അവർക്കുണ്ടാവേണ്ടതില്ല. അത് ആദ്യമായി തന്നെ ഓർമ്മപ്പെടുത്താണ്. പക്ഷെ അതിനോട് അടിവരയിട്ട് പറയാനുള്ളത് ഓവർ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യരുത്. എന്ന് വെച്ചാൽ ഏതൊരു എക്സാം ആണെങ്കിലും അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്കറിയാം കൃത്യമായ സിലബസ് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സിലബസ് ഓറിയന്റഡ് ആയ ഒരു പഠനം അനിവാര്യമാണ്. അത് എത്ര അറിവുള്ള ആളാണെങ്കിലും. കാരണം എങ്ങനെയാണ് അതിന്റെ സിലബസ് എന്നും ആ സിലബസ് അനുസരിച്ച് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രദ്ധ എല്ലാവരിലും ഉണ്ടാവണം എന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകളോട്, നെറ്റും സെറ്റും ഒക്കെ ക്വാളിഫൈ ചെയ്ത ആളുകളോട് പ്രത്യേകമായി ഉണർത്തുകയാണ്. പിന്നെ സർവീസിലുള്ളവരോട് തന്നെ, അതിൽ എയ്ഡഡ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്, ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ഈ രണ്ട് വിഭാഗം ആളുകൾക്കും സ്വാഭാവികമായിട്ടും ചെറിയ ക്ലാസ്സുകളിലാണെങ്കിലും അറബിയുമായി ചെറിയ ടച്ചുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ഇപ്പോ പഠിപ്പിക്കുന്ന അധ്യാപകരാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുക്കാൻ അത്യാവശ്യമൊക്കെ അറബി കൈകാര്യം ചെയ്യുന്ന ആളുകൾ തന്നെ ആവണം. ക്ലസ്റ്റർ മീറ്റിങ്ങുകളിലും മറ്റുമൊക്കെയായി ഈ ഒരു അറബി ഭാഷ കുട്ടികൾക്ക് എങ്ങനെയൊക്കെ കൈമാറാൻ സാധിക്കും എന്ന് വ്യത്യസ്ത ട്രെയിനിങ്ങുകൾ ലഭിച്ച ആളുകൾ എന്ന നിലയിൽ നിങ്ങൾക്ക് അറബിക്കിൽ അത്യാവശ്യം കഴിവുണ്ട്. ആ ഒരു തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ ഇനി സിലബസ് ഓറിയന്റഡ് ആയിട്ട് നോക്കുകയേ വേണ്ടൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത എക്സാമിൽ തന്നെ ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസ് ഓറിയന്റഡ് ആയ പഠനമാണ്. ആ അർത്ഥത്തിൽ വേണം നിങ്ങൾ ഇനിയുള്ള ഓരോ ദിനങ്ങളെയും കാണാൻ. മുൻധാരണകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇനിയുള്ള ഏതാനും ദിനങ്ങളെ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. അപ്പൊ അതില് ആദ്യമേ പറയാനുള്ളത് നമ്മുടെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്ത ആളുകളോട് പറയാനുള്ളത്, ഇപ്പൊ ഇന്നലെ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന്റെ ആൻസർ കീ വന്നു. അപ്പൊ അതിൽ ഒന്ന് രണ്ട് ആളുകളുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തത് ഓരോരുത്തരോടും ഒന്ന് ഓർമ്മപ്പെടുത്താണ്. അതിൽ ഒരാള് നമ്മോട് പറഞ്ഞിട്ടുള്ളത് 5ാമത്തെ തവണയാണ് അയാൾ ഇത്തവണ കേട്ടിട്ട് എഴുതിയിട്ടുള്ളത്. മുമ്പ് 4 തവണ എഴുതി, പക്ഷെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല. അൽഹംദുലില്ലാ കഴിഞ്ഞ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തു. കൃത്യമായി ഓരോ ക്ലാസ്സുകളും ഉപയോഗപ്പെടുത്തി ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ല മാർക്കോട് കൂടി തന്നെ 82 മാർക്ക് മതി കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ. ഏകദേശം 110 മാർക്കോട് കൂടി ഇത്തവണ ഈ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തു എന്നവർ പങ്കുവെക്കുകയുണ്ടായി. അല്ലെങ്കിൽ അതിന് യോഗ്യരായിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടില്ല. മറ്റൊരാള് 40 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ ടച്ചൊക്കെ വിട്ടിരുന്നു, പക്ഷെ കഴിഞ്ഞ 1-2 തവണ കേട്ടിട്ട് എഴുതുകയും ചെയ്തു. വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചിരുന്നത്. പക്ഷെ ഇത്തവണ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തു. അദ്ദേഹത്തിനും 117 മാർക്കോട് കൂടി ഏകദേശം കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാവുന്ന രൂപത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ കഴിഞ്ഞ നമ്മുടെ ബാച്ചിലുള്ള ആളുകളും ഈ ഒരു വോയിസ് കേൾക്കുന്നുണ്ടാവും. ഇനി പുതിയ ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 2 തവണ അല്ലെങ്കിൽ 1 തവണ അല്ലെ, ഇപ്പോ 3 മാസമൊക്കെയാണ് പലപ്പോഴും ആളുകൾ റീചാർജ് ചെയ്യാറുള്ളത് മൊബൈല് നെറ്റ് അടക്കം. അതിന് 1000-ന് പുറത്ത് അല്ലെങ്കിൽ 1000-നടുത്ത് വ്യത്യസ്ത GB-കൾക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ആ രൂപത്തിൽ ചെലവഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ റീചാർജിന്റെ പൈസ അല്ലേ ഉള്ളൂ എന്ന രൂപത്തിൽ ജോയിൻ ചെയ്ത ആളുകളുണ്ട്. 749 രൂപയല്ലേ ഉള്ളൂ ഇന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓഫറിൽ. അതുകൊണ്ട് തന്നെ അത് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന രൂപത്തിലെങ്കിലും ചിലർ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അവരോട് പറയാനുള്ളത്, ആ രൂപത്തിൽ നിങ്ങൾ ഈ കോഴ്സിനെ കണ്ടാൽ ഒരിക്കലും നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല. നിങ്ങൾ ഒരു പക്ഷേ അടച്ചിട്ടുള്ളത് 749 രൂപയാണെങ്കിലും കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ 7500 രൂപയിലധികം മുതൽ മുടക്കിയാലും നിങ്ങൾക്ക് ലഭിക്കാത്ത നല്ലൊരു കോഴ്സ് തന്നെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ നിങ്ങൾക്കായി നൽകുന്നത്. പക്ഷെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന്റെ തുടക്കം മുതൽ എക്സാം നടക്കുന്നത് വരെ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ കേട്ടറ്റിന്റെ
സിലബസ് ഓറിയന്റഡ് ആയി ഓരോ ഭാഗങ്ങളും വ്യത്യസ്ത അധ്യാപകർ വർഷങ്ങളായി വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം അനലൈസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നൽകുക. അപ്പോൾ ഓരോ ദിവസവും ക്ലാസ്സുകൾ ലഭിക്കും, അതിന്റെ PDF-ഉം ലഭിക്കും. ആദ്യത്തെ കുറച്ച് നാളുകളിൽ നമുക്കുള്ള ആവേശം കാരണം നമ്മൾ ഒരുപക്ഷെ ഫോളോ ചെയ്യും. പിന്നെ എക്സാം ഡേറ്റ് ആവാൻ ഇനിയുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യാതെ ചിലതൊക്കെ പെൻഡിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവസാനം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഹാൾ ടിക്കറ്റ് കയ്യിലെത്തുന്ന സമയത്തായിരിക്കും ആവേശം വരിക. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്ന വേജാർ എന്തായിരിക്കും വെച്ചാൽ ഗ്രൂപ്പിൽ എല്ലാ ക്ലാസ്സുകളും ഉണ്ട്, നോട്ട്സും ഉണ്ട്, പക്ഷെ നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. ഒരുപക്ഷെ കോച്ചിങ്ങിനൊന്നും ജോയിൻ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. മറിച്ച് നമ്മൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു, എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിലുണ്ട്, പഠിക്കാൻ സമയം കിട്ടാത്തൊരവസ്ഥ ആ സമയത്ത് ഉണ്ടാവും. അപ്പൊ അതുണ്ടാവരുത്. എത്ര നമുക്ക് തിരക്കുകൾ ഉണ്ടെങ്കിലും ചെറിയ ഒരു സമയം നമ്മൾ ഡെയിലി മാറ്റിവെക്കാൻ തയ്യാറാവണം. അങ്ങനെ മാറ്റിവെക്കുകയാണെങ്കിൽ അവർക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും എന്നുള്ളത് തിരിച്ചറിയാനാണ് ഞാൻ നേരത്തെ 2 പേരുടെ അനുഭവങ്ങൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ കുറെ തവണ എഴുതിയിട്ട് കിട്ടാത്ത ആൾ, അതേപോലെ തന്നെ കുറെ ഏജായി എന്നിട്ട് പോലും തൻ്റെ നല്ല പരിശ്രമത്തിലൂടെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്ത് ലക്ഷ്യത്തിലെത്താൻ സാധിച്ച ആളുകളുടെ ചരിത്രം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ രൂപത്തിൽ വേണം എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ ഒരു കോഴ്സിനെ കാണാൻ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നമുക്കറിയാം ഏതൊരു സംഗതിക്കും നമുക്കുണ്ടാവേണ്ടത് ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാണമാണ് ആവശ്യം. അപ്പൊ നമ്മുടെ ആവശ്യം കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിലിപ്പോ അറബിക്കിലാണ് നമ്മൾ കേട്ടിട്ട് എഴുതുന്നത്. അപ്പോ നമുക്കതിൽ അറബിക് അധ്യാപകരാവാൻ ഇതിലിപ്പോ ആദ്യമായിട്ട് കേട്ടിട്ട് എഴുതുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ നല്ലൊരു ജോബാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ അധ്യാപകരാവുക എന്ന് പറയുന്നത് പല ഗുണങ്ങളും ഉള്ളതാണ്. അതിൻ്റെ ഒന്നും നേട്ടത്തെക്കുറിച്ചോ അതേപോലെ തന്നെ അതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചോ പ്രത്യേകമായിട്ട് പറയുന്നില്ല. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും മിനിമം ഉണ്ടാവേണ്ടത് ഈ ഒരു കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗോള് സെറ്റ് ചെയ്യുക. ഇവിടെയുള്ള നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര ക്ലാസ്സുകൾ നമുക്ക് ലഭിച്ചത് കൊണ്ടോ അതേപോലെ തന്നെ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രേരണ കൊണ്ട് ആയിരിക്കും ചിലരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, അതേപോലെ ഒരു കോച്ചിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടാവാം. അതേപോലെ തന്നെ പലരുടെയും അഭിപ്രായം കേട്ടുകൊണ്ട് എത്തിയ ആളുകൾ ഉണ്ടാവും. അതുകൊണ്ടൊന്നും ആയില്ല. എത്തിയത് നമ്മൾ എങ്ങനെയോ ആവട്ടെ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളിപ്പോൾ എത്തി, ഫീ അടച്ചു, ഇനി മുതൽ ക്ലാസ്സുകൾ ലഭിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എത്തിയത് എങ്ങനെയായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ അടുത്ത തവണ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തിരിക്കും എന്ന നീയത്തോടു കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. വേറെ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല, നമ്മൾ തന്നെ വിചാരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഗോള് നമ്മൾ സെറ്റ് ചെയ്യുക. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിൽ വഴി എളുപ്പമാവും. അപ്പോഴേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ രൂപത്തിൽ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായി നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പങ്കെടുക്കുക. അപ്പോഴും ഉണ്ടാവും നമ്മുടെ മുമ്പിൽ ചെറിയ ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടാവും. നമ്മുടെ മനസ്സ് നമ്മോട് പറയുന്ന ഇതിപ്പോ എന്തായിരുന്നാലും ഇനി സാധ്യമാണോ? കാരണം ഇപ്പോൾ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ ചിലപ്പോൾ കേട്ട ആളുകൾ ഉണ്ടാവും. കേട്ടിട്ട് മുമ്പ് എഴുതി പക്ഷെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന പിന്നെ അനുഭവങ്ങൾ പറഞ്ഞ ആളുകൾ ഉണ്ടാവും. അതേപോലെ ചിലരെങ്കിലും മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചിലപ്പോൾ പരിശോധിച്ചിട്ടുണ്ടാവും. അതിൽ ചിലപ്പോൾ നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ കുറച്ച് ടഫായ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. കാരണം നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയി ഒന്നും നോക്കിയിട്ടില്ല, വെറും ക്വസ്റ്റ്യൻ മാത്രമേ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനിപ്പോ പോസിബിൾ ആണോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഇങ്ങനെ ആശങ്കയോടുകൂടി മുന്നോട്ട് പോകും. ഇനി പഠന വീതിയിലേക്ക് ഇറങ്ങിയാൽ തന്നെ ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിപ്പോൾ എന്തായിരുന്നാലും ഈ സിലബസിലുള്ള മൊത്തം ഭാഗങ്ങൾ കവർ ചെയ്യുക എന്നുള്ളത് പ്രയാസമാണ്, ഇമ്പോസിബിൾ ആണ് എന്ന് വിചാരിക്കും. അത് നമ്മൾ ആദ്യം എടുത്ത് ഒഴിവാക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. നമ്മൾ കൃത്യമായി ഈ കേട്ടറ്റിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് വളരെ കുറച്ചേ ഉള്ളൂ. ഓൾറെഡി നമ്മൾക്ക് അറിയുന്ന ചില കാര്യങ്ങൾ ഒന്ന് കോർത്തിണക്കി പഠിക്കുക എന്നുള്ളതേ വേണ്ടതുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും
അത് കൃത്യമായിട്ട് അതിനൊരു സിലബസ് ഉള്ളത് കൊണ്ട് അതിന്റെ ആദ്യ ഭാഗം മുതൽ അവസാന ഭാഗം വരെ കൃത്യമായി വ്യവസ്ഥാപിതമായി നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ അതെല്ലാം കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് കൃത്യമായി നമ്മൾ നമുക്ക് ലഭിക്കുന്ന ഓരോ നോട്ട്സിന്റെ ബേസിലായിട്ട് അല്ലെങ്കിൽ ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്കൊക്കെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും നമ്മൾ കൃത്യമായി ഈ ഒരു റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ. അതോടൊപ്പം എന്ത് ചെയ്യുക, നമ്മുടെ പ്രാർത്ഥന കൂടി ഉണ്ടാവുക, അതും വളരെ പ്രധാനമാണ്. ആരോടും പ്രത്യേകം പറയേണ്ടതില്ല, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്താണ്. കാരണം കഴിഞ്ഞ ഒരു 3 തവണ കേട്ടിട്ട് എഴുതി ആ 3 തവണയും 81 അല്ലെങ്കിൽ 80-നടുത്ത് മാർക്ക് ലഭിച്ച ആളുകൾ അവരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ നോക്കുമ്പോൾ ഒന്നുകൂടെ 3-4 മാർക്ക് കുറവുമാണ്. അപ്പൊ ആ രൂപത്തിൽ ലഭിച്ച ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി പഠിച്ചാലും വേണം തൗഫീഖ് ലഭിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥന കൂടി നമ്മുടെ പ്രവർത്തനത്തോട് കൂടെ ഉണ്ടാവുക. അള്ളാഹു ഇത്തവണ തന്നെ എല്ലാവർക്കും കേട്ടിട്ട് ക്വാളിഫൈ ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ലക്ഷ്യത്തിലെത്താൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കേട്ടറ്റിന്റെ നമുക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് ഏകദേശം എല്ലാവർക്കും അറിയുമായിരിക്കും. എന്നാൽ തീരെ എഴുതാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കാണ്. ടോട്ടലി നമുക്ക് 150 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. എന്ന് വെച്ചാൽ 150 ക്വസ്റ്റ്യൻ, അതിന് ഓരോന്നിനും ഓരോ മാർക്ക്, അങ്ങനെ 150 മാർക്കാണുള്ളത്. ഈ 150 മാർക്കിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ മിക്കവാറും അറബിക്ക് എഴുതുന്ന ആളുകളൊക്കെ പിന്നെ OBC കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ ചിലരെങ്കിലും ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് 60% മാർക്കാണ് വേണ്ടത്. 150-ന്റെ 60% എന്ന് പറഞ്ഞാൽ 90 മാർക്ക് ലഭിക്കണം. എന്നാൽ OBC വിഭാഗക്കാർക്ക് ആകെ വേണ്ടത് 82 മാർക്കാണ്, അഥവാ 55%. അതിപ്പോ SC, അതേപോലെ തന്നെ SC ST, പിന്നെ OBC, അതുപോലെ തന്നെ ഏതെങ്കിലും രൂപത്തിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിസർവേഷൻ ഉണ്ട്. 55% മാർക്ക് നേടിയാൽ മതി. അതാണ് ഇപ്പൊ 82 മാർക്ക് എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, 150-ൽ 82 മാർക്ക് നേടിയാൽ നമുക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാം. മാത്രമല്ല അതിന്റെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത അത് കണ്ട ആളുകൾക്ക് അറിയാം. 150 ക്വസ്റ്റ്യനും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസറും അവിടെ തന്നെ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ 4 ചോയ്സ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് കറക്റ്റ് ആൻസർ ഏത് എന്ന് തിരഞ്ഞെടുക്കുകയേ വേണ്ടൂ. അപ്പൊ നമ്മുടെ മുമ്പിൽ 150 ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും അവിടെ തന്നിട്ട് അതിൽ നിന്ന് കറക്റ്റ് ആൻസർ ഏത് എന്ന ഓപ്ഷനിൽ നിന്ന് 4 ഓപ്ഷൻ തന്ന് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അവിടെ വേണ്ടത്. നമ്മുടെ മുമ്പിൽ ഏകദേശം ഇൻഷാ അല്ലാഹ് ഡിസംബർ എക്സാം, അത് ഏകദേശം ഒരു ജനുവരിയിലൊക്കെയാണ് സാധാരണഗതിയിൽ നടക്കാറുള്ളത്. ഇനി ഡിസംബറിൽ തന്നെയാണെങ്കിലും നമ്മുടെ മുമ്പിൽ ഇനിയും മാസങ്ങളുണ്ട്. ആ മാസങ്ങൾ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ലക്ഷ്യത്തിലെത്താൻ പറ്റും. കാരണം 150-ൽ ആകെ 82 മാർക്കേ നമുക്ക് വാങ്ങേണ്ടതുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിലിപ്പോൾ കേട്ടറ്റില് 4 കാറ്റഗറിയിൽ നമുക്ക് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് ആകെ 2 കാറ്റഗറിയെ നമ്മൾ എഴുതേണ്ടതുള്ളൂ. അതിലിപ്പോ LP UP തലങ്ങളിലേക്കാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി 4 ആണ്. അതുപോലെ തന്നെ ഹൈസ്കൂൾ തലങ്ങളിലേക്കാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി 3 ആണ്. ഇതിലിപ്പോ 4 ലഭിച്ച് 3ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ കേട്ടറ്റ് 4 മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയ ആളുകളുണ്ട്. ഇനി 2ഉം കൂടി ലക്ഷ്യമിട്ട് വന്ന ആളുകളുണ്ട്. ഏതായാലും എല്ലാവർക്കും ഉള്ള ട്രെയിനിങ് ഇൻഷാ അല്ലാഹ് നമ്മൾ നൽകുന്നതായിരിക്കും. അതോടൊപ്പം ഇനിയിപ്പോ സർവീസിലുള്ള ആളുകൾ, അവർക്കൊരു പക്ഷേ ചിലപ്പോ നേരത്തെ തന്നെ എക്സാം നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരോടും പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എക്സാം ഡേറ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് നൽകി കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഒരുപക്ഷെ എക്സാം നേരത്തെ ആവുകയാണെങ്കിൽ നിങ്ങൾ കൂടെ ഒന്ന് കോർപ്പറേറ്റ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓൾറെഡി
സ്കൂളുകളിലുള്ള ഡ്യൂട്ടികൾ ഉണ്ടാവും, അതേപോലെ തന്നെ നിങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവും. അതിനിടയിലാണ് നമ്മൾ പഠിക്കേണ്ടി വരിക. അപ്പൊ പെട്ടെന്ന് എക്സാം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് സിലബസ് പെട്ടെന്ന് തീർക്കേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോ ഒരു ദിവസം ഒരു ക്ലാസ് നൽകുന്നത് ചിലപ്പോൾ പെട്ടെന്ന് എക്സാം വരികയാണെങ്കിൽ 2 ക്ലാസ് ഒക്കെ ചിലപ്പോൾ നൽകേണ്ടി വരും. അപ്പൊ അവ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം. കാരണം ഇനി നമ്മുടെ മുമ്പിലുള്ള മെയിൻ എയിം എന്ന് പറയുന്നത് ഇത്തവണ തന്നെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പങ്കെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിലൊക്കെ പങ്കാളികളാവണം. എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അത് നമുക്ക് ചിലപ്പോൾ മാറ്റി വെക്കാവുന്നതാണ്. അല്ലെ, നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ കാര്യം ഉണ്ടാവും, ആവശ്യമായ കാര്യം ഉണ്ടാവും, അത്യാവശ്യമായ കാര്യം ഉണ്ടാവും. ഇതിൽ ആവശ്യമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒഴിവാക്കാം, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മാറ്റി നിർത്താൻ പറ്റും. പക്ഷെ അത്യാവശ്യമായത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൽ ചിലപ്പോൾ പങ്കെടുക്കേണ്ടി വരും. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൽ ഇൻവോൾവ്ഡ് ആവേണ്ടി വരും. ആ കല്യാണവുമായി ബന്ധപ്പെട്ട ദിനങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. എന്നാലോ നാട്ടിൽ കാണുന്ന കല്യാണങ്ങളൊക്കെ, അതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിലുള്ള എല്ലാ കല്യാണങ്ങളിൽ നമ്മൾ ഉണ്ടെങ്കിലേ കല്യാണം നടക്കൂ എന്നില്ല. അല്ലെ, ഈ ഒരു കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുന്നത് വരെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അത്തരം ഒരു തീരുമാനം നമ്മിൽ ഉണ്ടാവണം. അങ്ങനെയൊക്കെ കുറച്ചൊരു തീരുമാനം എടുത്ത് കൃത്യമായി സമയം ഉപയോഗപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അറബി അധ്യാപകരായതുകൊണ്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്, വ്യത്യസ്ത സംഘടനകളിൽ പങ്കുചേർന്ന ആളുകളായിരിക്കും നമ്മൾ, അതിന്റെ മുൻപന്തിയിലുള്ള ആളുകളായിരിക്കും. അതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ ഈ ഒരു കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുന്നത് വരെ അതിലും നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചൊരു നിയന്ത്രണം. എന്ന് വെച്ചാൽ നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയി പഠിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ വലിയ ഉത്തരവാദിത്തമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അസിസ്റ്റന്റ് ആയിട്ട് അവിടെ ആളുകൾ ഈ ഒരു സംഘടനകളിലൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അവരോടൊന്ന് പറയാം, ഇത്തവണ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ സർവീസിനെ അത് ബാധിക്കും, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഡ്യൂട്ടി ഒഴിവാക്കി തരണം. ഇങ്ങനെ ഓരോ രംഗത്തും നമ്മൾ സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ എന്നുള്ളത് ഓരോരുത്തരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി എക്സാം പാറ്റേൺ നമുക്കൊക്കെ അറിയാം, ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. സിലബസ് ആദ്യമായി കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കാറ്റഗറി 3 എഴുതുന്ന ആളുകൾ, അവർക്ക് സിലബസ് ഈ രൂപത്തിലാണുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് 3 പേപ്പറുകളാണുള്ളത്. 150 മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതില് ആദ്യ ഭാഗത്ത് ഒന്ന് എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. എന്ന് വെച്ചാൽ അവിടെ അഡോളസന്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. കാരണം അധ്യാപകരായതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അധ്യാപക അഭിരുചി, അതാണ് ഇപ്പൊ ഈ ഒരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട തിയറികളും ലേണിംഗ് തിയറികളും അതേപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് ഓൾറെഡി BEd ക്വാളിഫൈ ചെയ്ത ആളുകളായിരിക്കും ഈ ഒരു കാറ്റഗറി 3 എഴുതുന്നത്. അപ്പൊ അവരോട് പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ടതില്ല. എന്ന് വെച്ചാൽ സൈക്കോളജിയാണ് അതിൽ 40 മാർക്കിന് വരുന്നത്. പിന്നെ ലാംഗ്വേജ് ആണ് അടുത്ത ഭാഗം. അതിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഇതിലേത് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. 30 മാർക്കിനാണ് ആ ഭാഗത്ത് ക്വസ്റ്റ്യൻ വരുന്നത്. 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്. അപ്പൊ അതില് താരതമ്യേന ഒന്നുകൂടെ എളുപ്പമായി തോന്നുന്നത് ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുമ്പോൾ ഇംഗ്ലീഷ് ആണ്. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് തിരഞ്ഞെടുക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് തിരഞ്ഞെടുക്കാം. എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ എളുപ്പമായി ആളുകൾ പൊതുവെ പറയാറുള്ളത് ഇംഗ്ലീഷാണ്. കാരണം നമ്മുടെ മാതൃഭാഷയാണ് മലയാളം, അല്ലെ? അപ്പം ആദ്യമൊക്കെ പൊതുവെ അറബിക്ക് എഴുതുന്ന ആളുകൾ ഈ ഒരു രംഗത്ത് സെക്കൻഡ് പാർട്ടിൽ അവിടെ ഈ ഒരു ലാംഗ്വേജ് തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നത് മലയാളമായിരുന്നു. പക്ഷേ ആ മലയാളത്തില് പിന്നെ ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്കറിയാം, നമ്മളിപ്പോ മാതൃഭാഷയാണ് മലയാളമെങ്കിലും ആ നമ്മുടെ ഭാഷയുടെ ഗ്രാമർ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല, അല്ലെ? നമ്മൾ എത്ര ഫ്ലുവൻ്റ് ആയി സംസാരിക്കുന്ന ആളുകളാണെങ്കിലും ഗ്രാമർ പൂർണ്ണമായി നമ്മൾ പഠിക്കുന്നില്ല. സ്കൂളുകളിൽ വെച്ചൊക്കെ മലയാളം ഫസ്റ്റ് പേപ്പറായി തെരഞ്ഞെടുത്ത് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാൽ അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമർ ഒന്നും പഠിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ചില ചോദ്യങ്ങളൊന്നും നമുക്ക് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്നാലോ നമ്മൾ നമ്മുടെ ഭാഷയെക്കാളും അഥവാ മാതൃഭാഷയെക്കാളും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇംഗ്ലീഷ്
എന്ന് പറയുന്ന ഭാഷ. എന്തുകൊണ്ട്? സ്കൂളുകളിൽ അതിന്റെ ഗ്രാമർ അടക്കമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ പ്രത്യേകിച്ച് 8 മുതൽ 10 വരെ അഥവാ ഹൈസ്കൂൾ തലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് ഇംഗ്ലീഷ് ആണ് സാധാരണഗതിയിൽ ഈ ഒരു കേട്ടറ്റിനും ചോദിക്കാറുള്ളത്. അതിലിപ്പോ 3 ഭാഗങ്ങളായിട്ടാണ് സാധാരണ ഇംഗ്ലീഷിൽ വരുന്നത്. ഒന്ന് പിന്നെ റീഡിങ് കോംപ്രിഹെൻഷൻ. അതിലിപ്പോ 2 പാസേജസ് തന്നിട്ട് അതിൽ നിന്ന് ഏകദേശം ഒരു 5 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് ആ ഭാഗത്ത് നിന്ന് വരാറുള്ളത്. അതുപോലെ തന്നെ എലിമെന്റ്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഭാഗം, അതിലിപ്പോ വൊക്കാബുലറി, അതേപോലെ തന്നെ അറബിക് ഗ്രാമർ. ഈ ഒരു അറബിക് ഗ്രാമറിൽ നിന്ന് കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ, അതിലൊക്കെ പ്രത്യേകമായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ആ ഭാഗങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ ഇൻഷാ അല്ലാഹ് ഈ ഒരു ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്നുള്ള മാർക്ക് നമുക്ക് എന്തായിരുന്നാലും സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ ആ ഭാഗത്ത് നിന്ന് തന്നെ കമ്മ്യൂണിക്കേഷൻ എന്നൊരു ഏരിയ വരുന്നുണ്ട്. അതിൽ നിന്ന് വളരെ കുറഞ്ഞ രൂപത്തിലുള്ള ചോദ്യങ്ങളെ സാധാരണഗതിയിൽ വരാറുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ അറബിയിൽ സാധാരണ മഹ്റജുമായി ബന്ധപ്പെട്ട് വരുന്ന രൂപത്തിൽ ഫൊണറ്റിക്സ്, അതേപോലെ തന്നെ ഫോണോളജി എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ഏതാനും ചില പിന്നെ ഭാഗങ്ങൾ കൂടെ അവിടെ വരുന്നുണ്ട് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട്. താരതമ്യേന ഈ പറഞ്ഞ പോലെ മലയാളത്തെക്കാളും ഒന്നുകൂടെ നമുക്ക് സ്കൂൾ തലങ്ങളിലൊക്കെ പഠിച്ച ആ ഒരു ബേസിക് ഇംഗ്ലീഷ് ഒന്നുകൂടെ പൊടി തട്ടിയെടുത്താൽ ഇൻഷാ അല്ലാഹ് ആ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അവിടെ 30 മാർക്കിനാണ് ഏതായാലും വരുന്നത്. അത് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഇതിലേത് നമുക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. 2 ഭാഗത്തും ഇൻഷാ അല്ലാഹ് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും, ഏത് നിങ്ങൾ തിരഞ്ഞെടുത്താലും ഇൻഷാ അല്ലാഹ്. പിന്നെ സബ്ജക്ട് സ്പെസിഫിക് ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ ഈ അറബിക്കുമായി ബന്ധപ്പെട്ട ഭാഗമാണ് പിന്നീട് വരുന്നത്. അതില് അറബിക് കണ്ടന്റുമായി ബന്ധപ്പെട്ട് ലിറ്ററേച്ചർ, അതേപോലെ അറബിക് ഗ്രാമർ, പിന്നെ റിട്ടോറിക്, പ്രോസഡി, അറബിക് GK, ട്രാൻസ്ലേഷൻ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ 50 മാർക്കിന്. പിന്നെ 30 മാർക്കിന് വളരെ പ്രധാനമായിട്ട് വരുന്നതാണ് അറബിക് പെഡഗോജി. എന്ന് വെച്ചാൽ അതും സിമ്പിൾ ആണ്. അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മൾ ഏതായിരുന്നാലും പഠിക്കുന്നുണ്ട്, അത് തന്നെ അതിന്റെ നേരെ അറബിക് വേർഷൻ ആണ് യഥാർത്ഥത്തിൽ അറബിക് പെഡഗോജി എന്ന് പറയുന്നത്. കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് അനാലിസിസ് ചെയ്ത് പഠിച്ചാൽ തന്നെ ആ ഭാഗത്ത് നിന്ന് മിക്കവാറും മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അതിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ ഇൻഷാ അല്ലാഹ് ലഭിക്കുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ കേട്ടറ്റ് 3 എന്ന് പറയുന്നത് BEd ക്വാളിഫൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായി നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം അവരാണ് ഈ എക്സാം എഴുതുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ സിലബസ് അവഗണിക്കുകയും ചെയ്യരുത്. എത്ര അറിയുന്ന ആളാണെങ്കിലും ഈ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക വേണം. ഇനി കേട്ടറ്റ് 4 എഴുതുന്ന ആളുകളാണ് കൂടുതൽ ആളുകളും. ഏകദേശം ആ ഒരു 3ക്ക് വന്ന അതേ രൂപത്തിൽ തന്നെയാണ് അതിൻ്റെയും സിലബസ്. അതിലിപ്പോൾ അവിടെ ചൈൽഡ് ഡെവലപ്മെന്റ്, പെഡഗോജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഈ ഒരു രൂപത്തിലാണ് ഇതിന്റെ സിലബസ് ഉള്ളത്. അവിടെ 30 മാർക്കിനാണ് അത് വരുന്നത്. എന്ന് വെച്ചാൽ സൈക്കോളജി ആകെ വരുന്നത് 30 മാർക്കിന്. പിന്നെ ലാംഗ്വേജ് അവിടെ മലയാളം ഓർ ഇംഗ്ലീഷ് നേരത്തെ പറഞ്ഞു, അത് 40 മാർക്കിന് വരുന്നുണ്ട്, 40 മാർക്കിന്. അതേപോലെ തന്നെ അറബി വരുന്നത് 80 മാർക്കിനും. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടന്റായി വരുന്ന ലിറ്ററേച്ചർ, ഗ്രാമർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, പെഡഗോജി അത് 30 മാർക്കിനും. 50 + 30 ടോട്ടലി 80 മാർക്കിനാണ് ഈ ഒരു അറബിക്കിന്റെ ഭാഗവും വരുന്നത്. അങ്ങനെ അതിലും ടോട്ടലി 150 മാർക്ക്. ഇതിലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ഈ 150-ൽ വെറും 82 മാർക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ എല്ലാവരും പഠിക്കുക. അതില് സിലബസുമായി ബന്ധപ്പെട്ട്, അറബിക്കിന്റെ സിലബസുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ കൂടി, എന്ന് വെച്ചാൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇതിൽ വരുന്നത് പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കും. ഇനി ഓരോ ഭാഗവും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് സംസാരം വേഗം ചുരുക്കുന്നത്. ഇതാണ് ഇപ്പൊ അറബിക്കിന്റെ സിലബസ് നമുക്ക് കേട്ടറ്റിൽ കൊടുത്തിട്ടുള്ളത്. 80 മാർക്ക് വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിലിപ്പോ മൊത്തത്തില് നമുക്ക് ഗ്രാമർ, അതേപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജിലുള്ള കപ്പാസിറ്റി അളക്കാൻ ചില പാരഗ്രാഫുകൾ നൽകി, അതേപോലെ തന്നെ കവിതകൾ നൽകി അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്ന രൂപം എന്ന് വെച്ചാൽ റീഡിങ് ആൻഡ് കോംപ്രിഹെൻഷൻ, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ
അറബിക് പെഡഗോജി, അതിൽ നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ 50 മാർക്കിനാണ് വിടുന്നത്. ഇതിൽ മൊത്തത്തിൽ സിലബസിനെ നമുക്ക് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ 2 കാറ്റഗറിയിലും, അഥവാ കാറ്റഗറി 3യിലും കാറ്റഗറി 4യിലും നമുക്ക് പഠിക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഇത്രയും ഏരിയയാണ്. ഇതിലിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെറ്റ് നെറ്റ് എഴുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രയാസവും, ഏറ്റവും സിമ്പിളായി നേടിയെടുക്കാം. അതുപോലെ തന്നെ ഗവൺമെന്റ് അധ്യാപകരായി ജോലി ചെയ്യുന്ന ആളുകൾ, അവർ PSC വഴിയാണ് ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അപ്പൊ അത് കുറെ മുമ്പല്ലേ എന്ന് ചിലപ്പോ നിങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷെ അന്ന് നമ്മൾ പഠിച്ച ആ കാര്യങ്ങൾ ഒന്നുകൂടി ഇപ്പോ എന്ത് ചെയ്യാന്ന് ഒന്ന് ഓർത്തെടുക്കുക, അതാണ് വേണ്ടത്. അപ്പൊ അതിനാണ് പറഞ്ഞത്, ഓരോ ഏരിയയിലെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൽ താരീഖുൽ അദബുൽ അറബി, ഇൽമുൻ നഹവ്, ഇൽമുൽ ബലാഗ വൽ അറൂൽ, അൽ അദബുൽ അറബി അൽ ഹിന്ദി, അതിൽ തന്നെ ഫി കേരള. ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചറിൽ നമ്മളിപ്പോൾ കേരളക്കാരായത് കൊണ്ട് തന്നെ കേരളത്തിലെ അറബിക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ സിമ്പിളാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലെ. ഇപ്പോ മുഹയ്യുദ്ദീൻ ആലുവായി, അതേപോലെ തന്നെ സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ, അതേപോലെ തന്നെ സൈനുദ്ദീൻ മഖ്ദൂം അസ്വഗീർ, പിന്നെ വെളിയങ്കോട് ഉമർ ഖാദി തുടങ്ങിയിട്ടുള്ള നമുക്ക് അറിവുള്ള ആളുകൾ തന്നെയാണ്. അവരുടെ ഏതാനും ചില വർക്കുകൾ, ഈ ഒരു അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാന വർക്കുകളും അവരുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചരിത്ര കാര്യങ്ങളുമാണ് നമുക്ക് ഇവിടെ ആകെ പഠിക്കാനുള്ളത്. പിന്നെ തുറുഖുത്ത് തദ്രീസ് എന്ന് വെച്ചാൽ ഇവിടെ ടീച്ചിങ് മെത്തഡോളജി എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അറബിക് പെഡഗോജിയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കേണ്ടത്. അതാണ് 30 മാർക്കിന് അതിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ട്രാൻസ്ലേഷൻ, അത് സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളെ സാധാരണ കേട്ടറ്റിന് വരാറുള്ളൂ. അതിലും നമ്മൾ എങ്ങനെയാണത് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ അൽ മാലൂമാത്ത് അൽ ആമ്മ എന്ന് വെച്ചാൽ അറബിക് GK ആണ്. അതിൽ മാലൂമാത്ത് ആമ്മ അനിൽ ആലമിൽ അറബി, അറബ് ലോകവുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ചില വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഓൾറെഡി ഇപ്പോ പത്രങ്ങളും മറ്റൊക്കെ വായിക്കുന്ന ആളുകളും അതേപോലെ തന്നെ ഗൾഫ് കൺട്രീസിൽ നമ്മളുമായി റിലേറ്റഡ് ആയ ആളുകൾ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം നമുക്ക് അറബ് ലോകവുമായി ബന്ധമുണ്ട് അല്ലെ. അപ്പോ ആ ഭാഗങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക, അതിലെ ഓരോ രാജ്യങ്ങളുടെയും കൃത്യമായ ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതേ വേണ്ടതുള്ളൂ. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ഇതിലിപ്പോ കൂടുതലായിട്ട് നമുക്ക് വരുന്ന ഒരു ഭാഗം അത് ആദ്യ ഭാഗമാണ്, താരീഖുൽ അദബുൽ അറബി എന്ന് വെച്ചാൽ കുറച്ച് ലോങ് ആയിട്ട് നമ്മുടെ സിലബസിൽ ഈ ഒരു ഭാഗത്ത് വരുന്ന ഭാഗം എന്ന് പറയുന്നത് അതാണ്. കാരണം ജാഹിലി ലിറ്ററേച്ചർ മുതൽക്ക് ഇങ്ങോട്ട് ഈ ഒരു ആധുനിക കാലഘട്ടം വരെയുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട്. ചിലപ്പോൾ ജാഹിലി, ഇസ്ലാമി, ഉമവി, അബ്ബാസി, അതേപോലെ തന്നെ ഉന്ദുലുസി എന്ന് വെച്ചാൽ സ്പെയിൻ ലിറ്ററേച്ചർ, അതുപോലെ ആധുനിക കാലഘട്ടം ഫിലാസറുൽ ഹദീസ്, പിന്നെ ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചറും. ഇത്രയും ഏരിയ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഓരോരോ ഭാഗങ്ങൾ നോക്കേണ്ടതുണ്ട്. പക്ഷെ എല്ലാം വാരി വലിച്ച് നമുക്ക് പഠിക്കേണ്ടതില്ല. മറിച്ച് ഒക്കെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കുക എന്നുള്ളതാണ്. എന്നാലോ വളരെ സിമ്പിൾ ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് നോക്കിയാലും പോരാ. കാരണം കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഏകദേശം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പൊ അതിനനുസരിച്ച് തന്നെയാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നോട്ട്സ് ക്ലാസ്സുകളൊക്കെ ലഭിക്കുക. ആ അർത്ഥത്തിൽ നിങ്ങൾ ഓരോരുത്തരും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊക്കെ ലക്ഷ്യം നേടിയെടുക്കാൻ ഇത്തവണ തന്നെ സാധിക്കും. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൂടി ആവശ്യമാണ്. സപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും, PDF-കൾ ലഭിക്കും, മോഡൽ ടെസ്റ്റുകൾ ലഭിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. കോഴ്സിന് ജോയിൻ ചെയ്യലല്ല പ്രധാനം എന്ന് പറയുന്നത്. ഇനിയോ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ നമ്മൾ ഒരു കോച്ചിങ് എന്നുള്ളത് ഒരിക്കലും ആവശ്യമില്ല. പിന്നെന്താ ആവശ്യമുള്ളത്? സിലബസ് ഓറിയന്റഡ് ആയ പഠനമാണ്. അപ്പൊ അങ്ങനെ കൃത്യമായി നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയി പഠിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം നേടാൻ വേണ്ടത്. ആ അർത്ഥത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. പിന്നെ ഇപ്പൊ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സിലബസിലുള്ള ഓരോന്നും പലയിടങ്ങളിൽ നോക്കിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നോട്ട് ഉണ്ടാക്കി
അതിന് കുറെ സമയം നമുക്ക് ചെലവാക്കേണ്ടി വരും. എന്നാൽ തന്നെ നോട്ട് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ടച്ച് വിട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്ക് ചിലപ്പോൾ എല്ലാ ഭാഗവും ക്യാച്ച് ചെയ്യാൻ പ്രയാസമായിരിക്കും. എന്നാൽ കോച്ചിങ്ങിലാവുമ്പോൾ കൃത്യമായി സിലബസ് ഓറിയന്റഡ് ആയ ക്ലാസ്സുകളും അതേപോലെ തന്നെ പ്രത്യേകമായി തയ്യാറാക്കിയ നല്ല നോട്ട്സും, പിന്നെ ഇനി എത്ര നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയി പഠിച്ചാലും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. അപ്പോൾ മുമ്പ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടക്കം ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകളും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അതൊക്കെയാണ് നമ്മളൊരു കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം. പക്ഷേ ക്ലാസ്സുകളും അതേപോലെ നോട്ട്സൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മളിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ചിലതൊന്നും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നിട്ട് എക്സാമിന് അടുപ്പിച്ച സമയത്തായിരിക്കും ചിലർ, സാർ ഇത് ഡൗൺലോഡ് ആവുന്നില്ലല്ലോ, എൻ്റെ ഇത് ഓപ്പൺ ആവുന്നില്ലല്ലോ എന്ന് വന്ന് ചോദിക്കുക. അതുകൊണ്ടായില്ല. ഈ തുടക്കം നിങ്ങൾക്കുള്ള ആവേശം എങ്ങനെയാണോ ഇത് എക്സാം വരെ നിങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ ഇൻഷാ അള്ളാ എല്ലാവർക്കും ലക്ഷ്യത്തിലെത്താൻ പറ്റും. മുൻധാരണകളൊക്കെ നിങ്ങൾ മാറ്റിവെക്കാം. 12 വർഷം 15 വർഷമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് ഞാനൊരു വീട്ടമ്മയായി നിലനിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രിലി പോലും ഞാൻ കംപ്ലീറ്റ് ആയിരുന്നില്ല. പിന്നീട് ഞാൻ ഇപ്പൊ അടുത്ത കാലത്താണ് പ്രൈവറ്റ് ആയിട്ട് ഞാൻ എഴുതിയെടുത്തിട്ടുള്ളത്. ഡിഗ്രി ഞാൻ ആ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ സാർ എനിക്ക് കിട്ടോ, ഞാൻ ഏതായാലും ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകൾ കാറ്ററ്റ് ക്വാളിഫൈ ചെയ്തു. ഇപ്പോ PSC ലിസ്റ്റിൽ വരെ വന്ന ആളുകൾ അൽഹംദുലില്ലാ നമ്മുടെ മുൻകാല ബാച്ചുകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഓൾറെഡി നെറ്റും സെറ്റും അതേപോലെ തന്നെ ഗവൺമെന്റ് തലങ്ങളിൽ PSC വഴി ജോലിയിൽ പ്രവേശിച്ച ആളുകൾക്കൊന്നും ഒരു പ്രയാസവുമില്ലാതെ നേടിയെടുക്കാവുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കേട്ടറ്റ് എന്ന് പറയുന്നത്. ഇതങ്ങനെ ആർക്കും കയറാൻ പറ്റാത്ത ഒരു മലയൊന്നുമല്ല, മറിച്ച് പ്രിപ്പയർ ചെയ്താൽ എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാവുന്നതാണ് എന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ കൂടെ സഞ്ചരിക്കണം എന്നുള്ളത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് 2 ഗ്രൂപ്പ് ഉണ്ടാവും, 2 വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഒന്ന് മെയിൻ ഗ്രൂപ്പാണ്. അതിലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളുടെ ലിങ്ക് വരിക. അതേപോലെ തന്നെ എല്ലാവർക്കും ഒരുപക്ഷെ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചുകൊള്ളുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത ദിവസം തന്നെ ആ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡഡ് വീഡിയോ കൂടി നമ്മൾ നൽകുന്നതായിരിക്കും. മാത്രവുമല്ല എല്ലാവർക്കും ഉള്ള സൗകര്യത്തിനെന്നോണം നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓരോ ഭാഗത്തുള്ളത് നൽകുകയും അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾ ഓരോരുത്തരും ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ട് അതിന്റെ ഒരു റിവിഷൻ എന്ന അർത്ഥത്തിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടെ നമ്മൾ ലൈവായിട്ട് നടത്തുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അത് ഈ ഒരു മെയിൻ ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളും ഈ കാര്യങ്ങളൊക്കെ ലഭിക്കുക, അതേപോലെ ടെസ്റ്റുകളൊക്കെ ലഭിക്കുക. അതിന് പുറമെ ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പ് കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിലും എല്ലാവരും ഇൻഷാ അള്ളാ ജോയിൻ ചെയ്യണം. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് മെയിൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നൽകും. ആ ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആക്റ്റീവായി നിലനിൽക്കേണ്ട ഗ്രൂപ്പാണ്. അതാണ് ശരിക്കും നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ ക്ലാസ് നോട്ട്സ് ഒക്കെ ലഭിച്ചാലും അത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് തന്നെ തിരിച്ചറിവുണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൽ എന്നൊന്നും ഒരു പക്ഷേ നമുക്ക് ചിലപ്പോൾ ഒഴിവുണ്ടാവില്ല. എന്നാലും സാധിക്കുന്ന ദിനങ്ങളിലൊക്കെ നമ്മുടെ ഓരോ ക്ലാസ്സുകളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതേപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ചർച്ച ചെയ്തിട്ടായിരിക്കും അധ്യാപകർ ക്ലാസ് എടുക്കുക. അപ്പൊ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും ജസ്റ്റ് ആ ഗ്രൂപ്പിൽ ഒന്ന് നിങ്ങളായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുക. അത് എന്തിനാന്ന് വെച്ചാൽ എന്തിനാ ഇപ്പൊ പോസ്റ്റ് ചെയ്യണമെന്ന് ചിലപ്പോൾ വിചാരിക്കും ചിലർ. അത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ഒരു ദിവസം പോസ്റ്റ് ചെയ്യുക. അതിന് ചിലപ്പോ അത് കണ്ട ആളുകൾ ആൻസർ ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ചിലപ്പോ അത് അറിയാത്ത ആളുകൾ നമ്മോട് ചിലപ്പോൾ ചോദിക്കും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ കേട്ട ഭാഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് നോക്കിയിട്ടൊന്ന് മറുപടി പറഞ്ഞാൽ നമുക്ക് ഒരു വിഷയം പഠിപ്പിക്കുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ ഏറ്റവും അധികം പഠിക്കുക. സ്വന്തമായി നമ്മൾ വായിക്കുന്നതിനേക്കാളും മറ്റൊരാളെ പഠിപ്പിക്കുമ്പോഴാണ്. അധ്യാപകരോട് പ്രത്യേകമായി പറയേണ്ടതില്ല. അപ്പൊ നമ്മൾ എക്സാം വരെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ നമ്മൾ ഇത്തരത്തിൽ പോസിറ്റീവായി എടുക്കുക. ഒരു നോട്ട്സ് നമ്മൾ വായിക്കുകയാണെങ്കിൽ കുറച്ച് സമയം വായിക്കുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യും, മടുപ്പ് വരും. പക്ഷെ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോൺ, അത് വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് തുറക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ മടുപ്പൊന്നും ഉണ്ടാവില്ല. അതിലിപ്പോ എന്ത് ചെയ്യുക, ഇനി നമ്മൾ ആദ്യം പിൻ ചെയ്ത് വെക്കേണ്ടത് ഈ 2 ഗ്രൂപ്പ് ആയിരിക്കണം. നമ്മുടെ ലക്ഷ്യം നേടുന്നത് വരെ നമ്മൾ ഈ 2 ഗ്രൂപ്പ് എന്ത് ചെയ്യുക, പിൻ ചെയ്ത് വെക്കുക. അതിൽ ആക്ടിവിറ്റി ഗ്രൂപ്പ് എപ്പോഴും സജീവമാക്കി നിർത്താം.
നമ്മളൊരു ദിവസം ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ സമാന മനസ്കരായിട്ടുള്ള ഒരു 10 പേര് 5 ക്വസ്റ്റ്യൻസ് വീതം പോസ്റ്റ് ചെയ്താൽ നമുക്ക് അവിടെ ആ ഗ്രൂപ്പിൽ 50 പോയിന്റ് നമുക്ക് ഓരോ ദിവസവും ലഭിക്കും. ഒരു ചെറിയൊരു സംഖ്യ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളുണ്ട്. ഓരോരുത്തരും ഓരോ ദിവസവും സന്നദ്ധരാവുകയാണെങ്കിൽ നിഷ്പ്രയാസം നമുക്ക് പോസിറ്റീവായിട്ട് ഈ ഒരു ടീം വർക്കായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ആരൊക്കെ കഴിഞ്ഞ ഗ്രൂപ്പുകളിലൊക്കെ ചലിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ലക്ഷ്യത്തിലെത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോ ഈ ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്താലേ കേട്ടിട്ട് കിട്ടുള്ളൂ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇങ്ങനെ സൈലന്റ് ആയി പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവർക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ കേട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ പഠിക്കാം. എന്നാൽ സാധിക്കുന്ന ആളുകളൊക്കെ ഈ രൂപത്തിൽ എന്ത് ചെയ്യുക, ആക്ടിവിറ്റി ഗ്രൂപ്പ് കൂടി ചലിപ്പിക്കാൻ സന്നദ്ധരാവുക. അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് വഴി നിങ്ങൾക്ക് തന്നെ സമയം നിശ്ചയിച്ചിട്ട് പരസ്പരം നമ്മുടെ PDF-കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാം. അല്ലെ? കാരണം ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ അതിന് ലിമിറ്റ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു സമയം, എല്ലാവർക്കും പറ്റുന്ന ഒരു സമയം, ഒരുപക്ഷെ ചിലപ്പോൾ രാവിലെ 4 മണിയായിരിക്കും ചിലർക്ക് വൈകുന്നേരം ഒരു 5 to 6 ആയിരിക്കും. അതേപോലെ ചിലർക്ക് ചിലപ്പോൾ രാത്രി നമ്മുടെ ക്ലാസ് കഴിഞ്ഞ്, കാരണം ഒരു 7:30 to 8:30 അല്ലെങ്കിൽ 8:30 to 9:30 ആയിരിക്കും നമ്മുടെ ലൈവ് സെഷൻ ഉണ്ടാവുക. അപ്പോൾ ആ ലൈവ് സെഷൻ കഴിഞ്ഞ ശേഷം 1 മണിക്കൂർ നമുക്ക് ഇന്നൊരു ഇന്ന ഭാഗം ഒന്ന് വായിച്ചാലോ, ജാഹിലി ലിറ്ററേച്ചർ മുമ്പ് കഴിഞ്ഞതാണല്ലോ, അത് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ഈ 2 ദിവസം കൊണ്ട് വായിച്ചു തീർത്താലോ എന്ന് ചോദിക്കാം. അല്ലെ? നമ്മളിപ്പോ പുറത്ത് നമ്മൾ ആരെങ്കിലും ഒരാളെ കൂട്ടുമ്പോൾ നമുക്ക് ആവേശം ഉണ്ടാവും, പക്ഷെ അയാൾക്ക് ചിലപ്പോൾ ആവേശം ഉണ്ടാവില്ല. അല്ലെ? മുമ്പൊക്കെ നമ്മൾ കമ്പൈൻ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചിലരെ കൂട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമുക്കുള്ള അത്ര ആവേശം അയാൾക്കില്ലാത്തത് കൊണ്ട് തന്നെ അത് വഴിയിൽ നിന്ന് പോകും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവരും ഫീ അടച്ച് ജോയിൻ ചെയ്തത് ഇത്തവണ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യണമെന്ന നിലയിലാണ്. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യുക, ഈ രൂപത്തിൽ പോസിറ്റീവായിട്ട് കണ്ട് ഒരു നല്ലൊരു സ്റ്റഡി പ്ലാനോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻഷാല്ല എല്ലാവർക്കും ലക്ഷ്യത്തിലെത്താം. അപ്പൊ ആ അർത്ഥത്തിൽ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ഒരു സെഷൻ നമുക്ക് ഈ സെഷനുമായിട്ട് ഇൻഷാല്ല നമുക്ക് മുന്നോട്ട് പോവാം. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇൻഷാല്ല 2025 കഴിയുമ്പോൾ കേട്ടിട്ട് എക്സാം എഴുതി സർവീസിലുള്ള ആളുകൾ പ്രത്യേകിച്ചും നിങ്ങളുടെ സർവീസിലുള്ള സുഹൃത്തുക്കളോടൊക്കെ പങ്കുവെക്കണം. ഞാൻ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തു, അൽഹംദുലില്ലാ, ഇനി ഒരു പ്രയാസമില്ല എന്ന് സമാധാനത്തോടു കൂടി നിൽക്കാൻ കഴിയണം. അതേപോലെ പുതുതായി എഴുതുന്ന ആളുകൾ അവരും സ്വപ്നം കാണാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ പ്രേരിപ്പിച്ചത് കാരണമായിരിക്കും നിങ്ങൾ ഇത്രയും കാലങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക, അറബി ഭാഷ പഠിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ അതിൽ ഡിഗ്രി നേടിയിട്ടുള്ളത്. ഇനി അറബിക് അധ്യാപകരാവണം എന്ന പ്രേരണ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവരെ മുൻകണ്ടുകൊണ്ട് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തു എന്ന് അവരെ നിങ്ങൾ അറിയിക്കുന്നതും അവർ നിങ്ങളെ വിഷ് ചെയ്യുന്നതും നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, മുന്നിൽ കണ്ടുകൊണ്ട് പഠിക്കുക. അപ്പോൾ നമുക്കൊക്കെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേട്ടതിനെ സംബന്ധിച്ച് സവിസ്തരം നമ്മോട് സംസാരിക്കുകയായിരുന്നു അതെ സർ. എല്ലാ ഏരിയകളും നമുക്ക് വിശദമായി സംവദിച്ചു വന്നു. ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ സെഷനിൽ ഇതുവരെ ജോയിൻ ചെയ്തവരും അല്ലാത്തവരും ഒക്കെ ഉള്ളത് കൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, 999 രൂപയുടെ കേട്ടറ്റ് കോഴ്സ് ഇന്ന് 749 രൂപയ്ക്ക് ഡിസ്കൗണ്ടോടെ ചേരാനുള്ള അവസാന ദിവസമാണ്. അപ്പൊ ആ ഒരു നന്മ നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ പ്രയോജനപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മോട് സംസാരിക്കുന്നത് സുലൈമാൻ സാറാണ്. ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നമുക്ക് ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. കേട്ടറ്റുമായി ബന്ധപ്പെട്ട ടോട്ടലി പരീക്ഷയുമായി ബന്ധപ്പെട്ട നമ്മുടെ മനസ്സിനെ പരീക്ഷ വരെ ആവശ്യത്തോടെ നിലനിർത്താൻ വേണ്ട ചുരുങ്ങിയ ചില കാര്യങ്ങൾ, നമ്മളെ പ്രോത്സാഹനജനകമായ കുറച്ച് കാര്യങ്ങൾ സുലൈമാൻ സാർ നാമുമായി സംവദിക്കും. ഫോക്കസിന്റെ പ്രധാന അഡ്മിന്മാരിൽ ഒരാൾ കൂടിയാണ് ഡോക്ടർ സുലൈമാൻ സാർ. സവിനയം സാറെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വോയിസ് ഓഡിയബിൾ അല്ലേ സാർ? ഓക്കെ ആണ്, കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നല്ലൊരു സെഷൻ കഴിഞ്ഞു. പലരും നല്ല ഹാപ്പിയാണെന്ന് അറിയാം. ചില ആളുകളൊക്കെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സെഷൻ ആയതുകൊണ്ട് അവർക്ക് ആ ഒരു
ഒരു പ്രോഗ്രാമിന്റെ ഒരു ഓറിയന്റേഷന്റെ ഒരു എനർജി കിട്ടിയ ഒരു സന്ദർഭം കൂടിയാണ്. എന്തൊക്കെയോ ചെയ്യണം, ഇനി മുന്നോട്ട് പോകണമെന്നുള്ള മനസ്സോടുകൂടി ഇരിക്കുന്നവരാണ്. ഒരു കുറച്ചു നേരം സംസാരിച്ചത് കൊണ്ടും ഒരു സെഷന് നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ടും ഇപ്പൊ ഇരിക്കുന്നിടത്തുനിന്ന് നടു നേർത്തി ഒന്ന് റെഡിയായി ഒന്ന് ഫ്രീ ആയി ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ഇരിക്കാൻ പറ്റിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ പറ്റുന്ന രൂപത്തിൽ ഒരു ഓൺലൈൻ ക്ലാസ് എന്നതിനപ്പുറം പറ്റാവുന്ന രൂപത്തിൽ നടു നേർത്തി കാലുകളൊന്ന് നിലത്ത് ഉറപ്പിച്ചു വെച്ച് കംപ്ലീറ്റ് ഉറപ്പിച്ചു വെച്ച് ഫ്രീ ആയി റിലാക്സ് ചെയ്തൊന്ന് ഇരിക്കാൻ ശ്രമിക്കുക. നമുക്ക് എഴുതാനുള്ളത് പരീക്ഷ കേട്ടറ്റാണ്. നേരത്തെ സംസാരിച്ചവരൊക്കെ പറഞ്ഞു, കേട്ടറ്റിന്റെ സിലബസിനെ കുറിച്ച് പറഞ്ഞു, എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ സിസ്റ്റം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇനി നമുക്ക് അതിൽ ചില സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ ചോദിക്കാൻ എന്റെ സംസാരത്തിന് ശേഷം നിങ്ങൾക്ക് ആ സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരവും ഇൻഷാ അല്ലാഹ് ഫോക്കസ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തരും. ഏതായാലും കേട്ടറ്റിന്റെ ഈ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുള്ള കേട്ടറ്റിന്റെ കേരളയാണ്. പിന്നെ 2 തവണ ആവർത്തിച്ചതാണ് ടി എന്ന് പറയുന്നത് അല്ലെ. അത് നമ്മൾ ടീച്ചേഴ്സ് ആണ്, നമ്മൾ ടാലന്റഡ് ആണ്, അത് ടൈം ബോർഡായി മാറണം. ഒന്നുകൂടി എന്ത് ചെയ്യണം, ഒരു ടെസ്റ്റ് ആണ്. ഇങ്ങനെ നമുക്ക് ഈ ടി നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പോലെ ഈ അകത്ത് കുറെ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് പോലെ എഡ്യൂക്കേറ്റഡ് ആണ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി നമ്മൾ എന്താണ് എലിജിബിൾ ആവണം എന്ന് തുടങ്ങി ഒന്നും പറയാനോ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ആ രൂപത്തിൽ കെയും ടിയും ഇയും അവസാനം വരുന്ന ആവർത്തിച്ച ഒരു ടിയും ഒക്കെ നമുക്ക് ഈ ടൈം ബോണ്ടഡ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള നമ്മളെ ഒന്നും കൂടി എന്താ പറയാ സജീവമാക്കാൻ സഹായിക്കുന്ന, എഡ്യൂക്കേറ്റഡ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഈ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവിടെ ഇങ്ങനെ ഒരു ടെൻഷൻ അടിക്കുക, പ്രയാസപ്പെടുകയൊന്നും വേണ്ട. അതിന് എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇൻഷാ അല്ലാഹ് അത് നൽകുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏതായിരുന്നാലും ഇവിടെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മേലോട്ട് കയറുക എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. കേട്ടറ്റ് നമുക്ക് ക്വാളിഫൈ ചെയ്യുക, എലിജിബിലിറ്റി നമുക്ക് കിട്ടുക എന്നുള്ളത്. അതിനെ സംബന്ധിച്ചിടത്തോളം കേട്ടറ്റ് ഒരാൾക്ക് കിട്ടാന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കയ്യിൽ എക്സാം നടത്തുന്നവരുടെ കയ്യിലുള്ള സിലബസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സിലബസ് ആയിട്ട് എത്രത്തോളം നമുക്ക് അടുക്കാൻ പറ്റും അങ്ങനെ അടുത്ത സിലബസ് നമ്മൾ കവർ ചെയ്യണം എന്നർത്ഥം. രണ്ടാമത്തത് അവരുടെ കയ്യിലുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടാനുള്ളത്. പ്രീവിയസ് ഇയർ ആയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഡിസ്കഷന് ഈ പഠനം, ഈ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം അത് ഡിസ്കഷൻ ഗ്രൂപ്പിലും അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ക്ലാസ് ഗ്രൂപ്പിലും ലൈവായിട്ടും റെക്കോർഡ് ക്ലാസ്സിലായിട്ടും നമുക്ക് കിട്ടുന്ന നോട്ട്സ് കംപ്ലീറ്റ് എത്രത്തോളം പഠിക്കുക എന്നുള്ളതാണ് ആ പരീക്ഷയിലേക്ക് കയറി പോകാനുള്ള നമുക്കുള്ള ഒന്നാമത്തെ വഴി. അതാണ് ടീച്ചേഴ്സ് ആയതുകൊണ്ട് പലരും പല ആശങ്കയിലാണ്, എന്താ പറ്റിയെന്നറിയില്ല. 16 വർഷമായി, അതിലേറെ വർഷമായി, പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പരീക്ഷ എഴുതുക, ഇനി സർവീസ് തന്നെ പോയാൽ ഇനി ഒരു കയറ്റം എനിക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പ്രിൻസിപ്പളൊന്നും ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഹെഡ്മാസ്റ്ററൊന്നും ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കേട്ടിട്ട് ഞാൻ എഴുതൂല എന്നുള്ള രൂപത്തിലൊക്കെയുള്ള സംസാരങ്ങൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി കഴിയൂല എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സ്റ്റെപ്പ് കയറാൻ, അതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിനാണ് നമ്മൾ ഇവിടെ നിന്ന് ജോയിൻ ചെയ്തത്. നമ്മുടെ മുമ്പിൽ അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ടാർഗറ്റ് ചെയ്യാം. എന്താണ് നമ്മൾ ടാർഗറ്റ്? നമ്മൾ ടാർഗറ്റ് ഈ വരുന്ന ഡിസംബറിലെ കാറ്ററ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഇനി വരാൻ പോകുന്ന കാറ്ററ്റുകളിൽ ഒരു പക്ഷേ നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്താ അതിന്റെ അവസ്ഥ എനിക്കറിയില്ല, സിലബസുകളൊക്കെ മാറാനും പല മാറ്റങ്ങൾ വരാനൊക്കെയുള്ള സാധ്യതകൾ, ആലോചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അണിയറയിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ടൈം ബോണ്ടഡ് ആയിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ടീയിലെ കേട്ടറ്റിലെ 2 തവണ ആവർത്തിച്ചു വന്ന ടി, ഈ ഒരു അതെങ്കിലും ഇന്നത്തെ ഫോക്കസിന്റെ മീറ്റിംഗിൽ വന്ന നമ്മുടെ മനസ്സിൽ ആ ഒരു ടി എങ്കിലും ടാർഗറ്റ് ചെയ്ത തുടക്കത്തിലും ഒടുക്കത്തിലും വരുന്ന ആ ടാർഗറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. കേട്ടറ്റിന്റെ ഈ വരുന്നുണ്ട്, കേട്ടറ്റിൽ വന്ന 2 ടി ആ വരുന്ന തുടക്കത്തിലും ഒടുക്കത്തിലും വരുന്ന 2022 പ്രതീക്ഷിച്ചിരിക്കുവാനും അത് ലക്ഷ്യമായി കാണുവാനും അത് പൂർത്തീകരിക്കാനും നമുക്ക് പറ്റണം. അതിന് ഈ ഒരു സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്, സ്കൂളിലെ ക്ലബുകളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അതിനിടയിൽ നമ്മൾ കേട്ടറ്റിന് വേണ്ടി ഒരു സ്പേസ് നമ്മൾ കൊടുക്കുക.
നമ്മൾ അതിനെന്ത് ചെയ്യുക, സാധാരണ പറയുന്നത് പോലെ നമ്മൾ ഒരു ഫോക്കസിന്റെ ക്ലാസ് ആയിക്കോട്ടെ, ഏത് ക്ലാസ് ആയിക്കോട്ടെ, എവിടെ ചെന്ന് പഠിച്ചാലും എല്ലാവരും ഫോക്കസ് ചെയ്ത് പഠിച്ചോളം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഫോക്കസ്, പക്ഷേ എവിടെ ചെന്ന് പഠിച്ചാലും ഫോക്കസ് നൽകുന്ന ആ ഒരു നോട്ട് ഫിസിക്കലി അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്പേസുകൾ ഉണ്ടാക്കി വെക്കണം. അങ്ങനെ നമ്മളൊരു സ്പേസ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് അപ്പോഴാണ് ഫോക്കസിലെ നോട്ട് ആ സ്പേസിലേക്ക് വെക്കാനും പഠിക്കാനും നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ അത് എന്ത് ചെയ്യണം, നല്ലൊരു ഫിസിക്കലി നമ്മൾ ആ രൂപത്തിൽ, നമ്മുടെ മൈൻഡ് ആ രൂപത്തിൽ വേണം, ഫിസിക്കലി അത് രൂപത്തിൽ വരണം. അപ്പൊ ഓൾറെഡി നമ്മൾ ഫിസിക്കലി നമ്മൾ ചിലപ്പോൾ നമ്മൾ നല്ല ആരോഗ്യമുള്ളവരായിരിക്കും. അത് ഓൾറെഡി നമ്മുടെ വ്യായാമവും നമ്മുടെ വെള്ളം കുടിയും ഭക്ഷണവും നമ്മുടെ ഉറക്കവും നമ്മുടെ ആ ഒരു അവസ്ഥയ്ക്കായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ അതുപോലെ ഇമ്പോർട്ടന്റ് ആയ മെന്റലി നമ്മൾ ചെയ്യുക, ഒന്ന് നമ്മൾ സ്പേസ് അവിടെ എടുത്ത് വെക്കുക വേണ്ടി. മാത്രമേ ഈ നോട്ടുകൾ, ഈ PDF ഈ ലൈവ് ക്ലാസ്സുകൾ, ഇന്ന് നമ്മുടെ ഡിസ്കഷൻ ഒക്കെ നമ്മുടെ മൈൻഡിൽ പ്രവർത്തിക്കാതെ അതിൽ നല്ലൊരു ലഭിക്കില്ല. പ്രവർത്തിച്ചുകൊണ്ട് മൈൻഡ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൽ പോകണം എന്നുള്ളത് കൊണ്ടാണ് ഖാലിദ് സാറുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ ഒക്കെ നൽകിയിട്ടുള്ളത്. നിങ്ങളുടെ ഈ ഒരു ടാർഗറ്റ് പൂർത്തീകരിക്കാനാവണം ഇന്നു മുതൽ നിങ്ങൾ ആലോചിക്കേണ്ടത്. അതിന് ആ ടാർഗറ്റിലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ നമ്മുടെ മെന്റലി ഫിസിക്കലി നമ്മൾ അതിന് സെറ്റപ്പ് ചെയ്യണം. അപ്പൊ ഫിസിക്കലി നമ്മൾ ഓൾറെഡി വെള്ളം കുടിച്ച് അതിലൊരുങ്ങി റെസ്റ്റ് എടുത്ത് നല്ല വ്യായാമം ചെയ്ത് അതിന് ഫിസിക്കലി നമ്മൾ സെറ്റ് ആവുക. എന്നിട്ട് നമ്മൾ നൽകുന്ന നോട്ടാവട്ടെ, കേട്ടറ്റിന്റെ സിലബസുമായി ബന്ധപ്പെട്ട നോട്ട്സ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്ന രൂപത്തിൽ, ബ്രെയിനിൽ ടച്ച് ചെയ്യുന്ന രൂപത്തിൽ, ബ്രെയിനിൽ അത് ഓർമ്മ രൂപത്തിൽ, അത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ തരുന്ന നോട്ട്സിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി വെക്കണം എന്നുള്ളതായിരുന്നു ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നത്. ബ്രേക്കായ ആളുകൾക്ക് അത് ഒരു പ്രയാസം വേണ്ടെന്ന് വേണ്ടി റിപ്പീറ്റ് ചെയ്തത് മാത്രം. അതിലേക്ക് നിങ്ങളെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോവുക. ഫിസിക്കലി മെന്റലി നിങ്ങളുടെ സൈക്കോളജിക്കൽ മൂവ്മെന്റിൽ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാനാണ് ഫോക്കസ് ഇവിടെ ശ്രമിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ സ്കഫോൾഡ് ചെയ്യണം, നിങ്ങളെ കൈ പിടിച്ച് കൊണ്ടുപോകണം, നിങ്ങളുടെ ടെൻഷനുകൾ മാറ്റണം, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റി തരണം. അങ്ങനെ നിങ്ങളെ മെന്റലി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, മെന്റലി നിങ്ങൾ അതിന് ഫിറ്റ് ആണെങ്കിൽ, അങ്ങനെ ടാർഗറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരുങ്ങി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാനാണ് ഫോക്കസ് ഉള്ളത്. നിങ്ങൾ ഒരു കാരണവശാലും, പലരും പറയാണ് 16 വർഷമായ 20 വർഷമായ ഞാൻ ഈ പരീക്ഷ ചെയ്തേ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയൂല എന്നുള്ള നെഗറ്റീവ് തോട്ട്സ്, അതിന്റെ കൂട്ടത്തിലുള്ള പേടി, അങ്ങനത്തെ ഒരു ലോ ഫിയർ, ഒരാവശ്യമില്ലാതെ തുറന്ന മൈൻഡോട് കൂടി നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ കൈ പിടിച്ച് കൊണ്ടുപോകാനും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനും നിങ്ങളെ മെന്റലി ഒരു എബിലിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈ ഒരു ഭാഷയുടെ ഒരു എലിജിബിലിറ്റി നേടിത്തരാൻ ഫോക്കസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കൂടുതലൊന്നും പറയുന്നില്ല. അതിന് ഉതകുന്ന രൂപത്തിൽ നമ്മൾ മനസ്സിനെ സെറ്റ് ചെയ്യുക, നമ്മൾ ആ രൂപത്തിൽ ടാർഗറ്റ് ചെയ്യുക. നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ലക്ഷ്യം എന്താണോ അത് ഡിസംബറിൽ തുടർന്ന് നിങ്ങൾ ആ എക്സാം ഹാൾ വിട്ടുവരുന്നത് വരെ നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ കൂടെ നിൽക്കാൻ, നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യാൻ ഫോക്കസിന്റെ ആളുകൾ ഉണ്ടാവുന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഈ ചുരുങ്ങിയ സമയത്തന്നെ സംസാരം ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച് ഫോർ ദ മോട്ടിവേഷണൽ വേർഡ്സ്. ഓക്കെ, ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒന്ന് രണ്ട് വിഷയം നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഖാലിദ് സർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആക്ടിവിറ്റി ഗ്രൂപ്പ് നമുക്കുണ്ടാകും, അതിൽ എല്ലാവരും സജീവമാവുക. പിന്നീട് സർവീസിലുള്ള ആളുകൾക്ക് വേറെ ഒരു പ്രത്യേക ഗ്രൂപ്പ് നാം നാളെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് സർവീസിലുള്ള ആളുകളെ ആഡ് ചെയ്ത് അവർക്ക് ആ ഗ്രൂപ്പിലായിരിക്കും ക്ലാസ്സും കാര്യങ്ങളൊക്കെ സംവിധാനിക്കുക. അതിന് ഇന്ന് ഇതുവരെ ഗ്രൂപ്പിൽ ആഡായ ആളുകൾ ഇന്ന് രാത്രി ഒരു പ്രത്യേക ലിസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. സർവീസിലുള്ള ആളുകളുടെ പേരും ഫോക്കസിന് അവർ നൽകിയ സ്ഥലപ്പേരും. സ്കൂളിന്റെ പേര് എഴുതേണ്ടതില്ല,
പേരും ഫോക്കസ് നൽകിയ സ്ഥലപ്പേരും ആ നിലക്കാണ് ഫോക്കസ് സേവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ പേര് വിവരം നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേന് പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് സർവീസിലുള്ള ആളുകളെ ആഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ ക്ലാസിന്റെ ഷെഡ്യൂള് തുടക്കത്തിൽ ഏറ്റവും അവസാനം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനാണ് ഏറ്റവും ആദ്യം നാം നടത്തുന്നത്. അത് ആദ്യത്തെ 14 ദിവസങ്ങളിൽ ലൈവായിട്ട് രാത്രി 7:30 8:30 സമയത്തൊക്കെയാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. അത് മറ്റന്നാൾ മുതൽ ഒക്ടോബർ 3 മുതലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവ് സെഷനുകൾ ആരംഭിക്കുന്നത്. അപ്പൊ അന്നേ ദിവസം പ്രത്യേക അറിയിപ്പ് ഗ്രൂപ്പിലേക്ക് വരും. ഇന്ന് ഒരു ഓവറോൾ ഷെഡ്യൂള് നമ്മൾ മെയിൻ ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ആ ഒരു 10-15 ക്ലാസ്സുകൾക്ക് ശേഷം പിന്നീട് കണ്ടന്റ് ക്ലാസ്സുകളായിരിക്കും. ജാഹിലി ലിറ്ററേച്ചർ, പിന്നെ ഉമവി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗ്രാമർ, ബലാഗ, അറൂബ്, സൈക്കോളജി, പെഡഗോജി, അങ്ങനെ ഓരോന്നിന്റെയും ക്ലാസ്സുകൾ അതിനിടയ്ക്ക് ഒരു പ്രത്യേക ഷെഡ്യൂൾ PYQ കഴിയുന്നതോടുകൂടി ക്ലാസ്സുകളുടെ ഒരു പുതിയ ഷെഡ്യൂൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരും. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഫോക്കസിന്റെ ഈ കേട്ടറ്റിന്റെ അടുത്ത പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. അടുത്ത മാസം ഒക്കെ ആയിട്ട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതാണ്ട് ഡിസംബറിലോ അതല്ലെങ്കിൽ ജനുവരിയിലോ ഒക്കെയാണ് എക്സാം ഉണ്ടാവുക. ചിലപ്പോൾ സർവീസുള്ള ആളുകൾക്ക് പ്രത്യേകം നേരത്തെ ഉണ്ടാവാം. നേരത്തെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവാം. ആ നിലക്കാണ് നമ്മൾ പ്രത്യേകം അവർക്ക് പ്രത്യേക ഗ്രൂപ്പ് സംവിധാനിക്കുന്നത്. അത്യാവശ്യം സ്പീഡാക്കേണ്ടിയൊക്കെ വന്നാൽ പ്രത്യേക പരിശീലനം കൊടുക്കേണ്ട പ്രത്യേക സാഹചര്യമൊക്കെ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് കൊടുക്കുകയും അവർക്ക് പ്രത്യേകമായ വല്ല ആക്ടിവിറ്റികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ നിലക്ക് സംവിധാനിക്കുക ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയുമാണ് സംബന്ധമായിട്ട് ഇപ്പോൾ പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ഏത് സംശയം ദൂരീകരിക്കാൻ ആക്ടിവിറ്റി ഗ്രൂപ്പുകൾ ഉപയോഗിക്കാം. അതോടൊപ്പം എല്ലാവിധ അഡ്മിന്മാരും സദാ സജ്ജരായി എപ്പോഴും സംശയം ദൂരീകരിക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എന്തും ചോദിച്ച് സംശയങ്ങൾ ദൂരീകരിച്ച് വെക്കേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇനി ഈ മീറ്റിംഗ് ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ സംഗമിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും, പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ സെഷന് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച പ്രത്യേകിച്ച് നമ്മുടെ ഈ ബാച്ചിന്റെ തന്നെ ഒരുപാട് ഒട്ടനവധി അധ്യാപകരെ കൊണ്ട് അനുഗ്രഹീതമായ ഈ ബാച്ചിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച KATF മുൻ സംസ്ഥാന സെക്രട്ടറി ഉമ്മർ മാസ്റ്റർ ചെറുപ്പയ്ക്ക് ഹൃദ്യമായ നന്ദി ഫോക്കസിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം നമുക്ക് ഓറിയന്റേഷൻ ക്ലാസ് നിർവഹിച്ച നമ്മുടെ ഖാലിദ് സർ, അതോടൊപ്പം ശേഷം മോട്ടിവേഷൻ സെഷൻ കൈകാര്യം ചെയ്ത സുലൈമാൻ സർ, നമ്മുടെ ഇന്നത്തെ സെഷന് അധ്യക്ഷ പദം അലങ്കരിച്ചിരുന്ന നസറുദ്ദീൻ സർ, ഇവിടെ ഫോക്കസിന്റെ പുതിയ ഗ്രൂപ്പിലേക്ക് ഫോക്കസിന്റെ പുതിയ ഫാമിലി അംഗങ്ങളാവുകയും നേരത്തെ അംഗങ്ങളാവുകയും ചെയ്ത പുതിയ ബാച്ചിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും, അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ സെഷന്റെ പ്രത്യേക അതിഥികളായി എത്തിയിട്ടുള്ള എന്നാൽ നമ്മുടെ ഫോക്കസിന്റെ പുതിയ ബാച്ചിലല്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഫോക്കസിന്റെ ലിങ്ക് കിട്ടി ഫോക്കസിന്റെ ശബ്ദം കേട്ട് ഫോക്കസിന്റെ ക്ഷണം കേട്ട് ഇവിടെ സംഗമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടെ നമ്മുടെ ഇന്നത്തെ പ്രൗഢമായ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.